एक और पहलू है जिसमें विदेशी मुद्रा बहुत अधिक खर्च होती है। एक जमाना था जब संकट आता था, कोई युद्ध होता था, तो लोग देश हित में सोना दान दे देते थे। ഭാരതത്തിന്റെ സാമ്പത്തിക ചരിത്രത്തിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ അധ്യായങ്ങളെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തോട് നേരിട്ട് ഒരു അഭ്യർത്ഥന നടത്തിയിരിക്കുകയാണ്. വിവാഹം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്കായി സ്വർണം വാങ്ങുന്നത് കുറഞ്ഞത് ഒരു വർഷത്തേക്കെങ്കിലും നീട്ടിവെക്കുക. അമേരിക്ക ഇറാൻ യുദ്ധത്തെ തുടർന്ന് ആഗോള സമ്പദ് വ്യവസ്ഥ പ്രതിസന്ധിയിലായിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ നീക്കം. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജ വിതരണ പാതയായ ഹോർമുസ് കടലിടുക്ക് ഈ സംഘർഷം മൂലം ഫലത്തിൽ അടഞ്ഞുകിടക്കുകയാണ്. ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $120 മുകളിലേക്ക് കുതിച്ചുയരുകയും ഇന്ത്യൻ രൂപ വലിയ സമ്മർദ്ദം നേരിടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ രാജ്യത്തിന്റെ സാമ്പത്തിക കോട്ട സംരക്ഷിക്കാനായി ചരിത്രപരമായ മുൻകരുതലുകൾ തേടുകയാണ് സർക്കാർ. ഇന്ത്യ തങ്ങൾക്ക് ആവശ്യമുള്ള ക്രൂഡ് ഓയിലിന്റെ ഏകദേശം 85% ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ്. പശ്ചിമേഷ്യയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതോടെ ഹോർമുസ് കടലിടുക്ക് അടഞ്ഞത് ആഗോള എണ്ണ വിതരണത്തിന്റെ ഏകദേശം 20%-യും ബാധിച്ചു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വൈദ്യുതി ഉൽപ്പാദനത്തിനും ചരക്ക് നീക്കത്തിനുമുള്ള ചെലവ് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഇരട്ടിയായി വർദ്ധിച്ചു എന്നാണ് ഇതിനർത്ഥം. കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റ്, അതായത് കയറ്റുമതിയിലൂടെ ലഭിക്കുന്ന വരുമാനവും ഇറക്കുമതിക്കായി ചെലവാക്കുന്ന പണവും തമ്മിലുള്ള വ്യത്യാസം കുറയ്ക്കുന്നതിനുള്ള പോരാട്ടത്തിലാണ് ഇന്ത്യ ഇപ്പോൾ. എണ്ണ വാങ്ങുന്നത് ഒരു അനിവാര്യതയാണ്. എണ്ണ ഇറക്കുമതി നിർത്തിയാൽ രാജ്യത്തിന്റെ സാമ്പത്തിക ചക്രം പൂർണ്ണമായും നിലച്ചു പോകും. എന്നാൽ സ്വർണം എന്നത് ഒരു ആഗ്രഹമാണ്. സാംസ്കാരികമായി സ്വർണത്തിന് വലിയ പ്രാധാന്യമുണ്ട് എങ്കിലും സാങ്കേതികമായി അതൊരു ആഡംബര ഇറക്കുമതിയാണ്. ഇന്ത്യക്കാർ സ്വർണം വാങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ വിദേശത്തെ ഖനന കമ്പനികൾക്ക് പണം നൽകാനായി രൂപയ്ക്ക് പകരമായി ഡോളർ കൈമാറുകയാണ് ചെയ്യുന്നത്. യുദ്ധകാലത്ത് ഒരു സ്വർണ്ണമാലയ്ക്കായി ചിലവാക്കുന്ന ഓരോ ഡോളറും രാജ്യത്തിന്റെ പക്കലുള്ള ഇന്ധനനിധിയിൽ നിന്നുള്ള നഷ്ടമാണ്. ഇന്ത്യൻ ഭരണാധികാരികൾ സ്വർണ്ണ അച്ചടക്കം പാലിക്കാൻ ആവശ്യപ്പെടുന്നത് ഇത് ആദ്യമായിട്ടല്ല. പ്രധാനമന്ത്രിയുടെ ഈ അഭ്യർത്ഥനയ്ക്ക് 1962 ധനകാര്യമന്ത്രി മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന ഗോൾഡ് കൺട്രോൾ നിയമങ്ങളോടും 2013 പി ചിദംബരം നടപ്പിലാക്കിയ നിയന്ത്രണങ്ങളോടും വ്യക്തമായിട്ടുള്ള സാമ്യമുണ്ട്. അന്ന് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി നടത്തിയ ആഹ്വാനത്തിന് പിന്നിൽ 3 പ്രധാന കാരണങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന്, യുദ്ധത്തിന്റെ ബാക്കിപത്രം. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഇന്ത്യ 2 വലിയ യുദ്ധങ്ങൾ നേരിടേണ്ടി വന്നു. 1962 ചൈന ഇന്ത്യ യുദ്ധവും 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവും. ഇവ രാജ്യത്തിന്റെ ഖജനാവ് പൂർണ്ണമായും ശൂന്യമാക്കി. 2, കഠിനമായ വരൾച്ച. 1965 1966 രാജ്യം വൻതോതിലുള്ള കൃഷിനാശത്തിന് സാക്ഷ്യം വഹിച്ചു. അമേരിക്കയിൽ നിന്നുള്ള ഭക്ഷ്യസഹായത്തെ ആശ്രയിച്ച് കപ്പലുകളിൽ വരുന്ന ആഹാരം കൊണ്ട് മാത്രം വിശപ്പടക്കുന്ന അതീവ ഗുരുതരമായ ഒരവസ്ഥയിലായിരുന്നു അന്ന് ഇന്ത്യ. 3, രൂപയുടെ മൂല്യത്തകർച്ച. അന്താരാഷ്ട്ര സമ്മർദ്ദത്തെ തുടർന്ന് ഇന്ദിരാഗാന്ധി രൂപയുടെ മൂല്യം 36.5% കുറയ്ക്കാൻ നിർബന്ധിതയായി. ഇത് എണ്ണ, സ്വർണം തുടങ്ങിയവയുടെ ഇറക്കുമതി ചെലവ് കുത്തനെ കൂട്ടി. 1967 മൊറാർജി ദേശായിയുടെ ബുദ്ധിയിൽ ഉദിച്ച പരിഷ്കാരങ്ങളായിരുന്നു ഇവ. 14 കാരറ്റിൽ കൂടുതൽ പരിശുദ്ധിയുള്ള സ്വർണ്ണാഭരണങ്ങളുടെ നിർമ്മാണം 1963 ദേശായി നിരോധിച്ചു. സ്വർണത്തിന്റെ പരിശുദ്ധി കുറഞ്ഞാൽ ജനങ്ങൾക്ക് അതിനോടുള്ള താല്പര്യം കുറയുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഒടുവിൽ സർക്കാർ 1968 സ്വർണ്ണ നിയന്ത്രണ നിയമം പാസാക്കി. ഇത് അതീവ കർശനമായിരുന്നു. പൗരന്മാർ സ്വർണ്ണക്കട്ടികളോ നാണയങ്ങളോ കൈവശം വയ്ക്കുന്നത് ഇത് ഫലത്തിൽ നിരോധിച്ചു. ആഭരണങ്ങൾ മാത്രമേ അനുവദിച്ചിരുന്നുള്ളൂ. അവ തന്നെ നിശ്ചിത പരിധിയിൽ കൂടുതലുണ്ടെങ്കിൽ വെളിപ്പെടുത്തുകയും ചെയ്യണമായിരുന്നു. 2008 ആഗോള സാമ്പത്തിക തകർച്ചയ്ക്ക് ശേഷം സമ്പദ് വ്യവസ്ഥ കരകയറുകയായിരുന്നുവെങ്കിലും ഇന്ത്യയുടെ കറന്റ് അക്കൗണ്ട് കമ്മി റെക്കോർഡ് ഉയരത്തിലെത്തി. അന്നത്തെ ധനമന്ത്രി പി ചിദംബരം സ്വർണം നിരോധിച്ചില്ല എങ്കിലും ഇറക്കുമതി ദുഷ്കരമാക്കി. അദ്ദേഹം 80:20 നിയമം കൊണ്ടുവന്നു. ഇറക്കുമതി ചെയ്യുന്ന ഓരോ 100 ഗ്രാം സ്വർണത്തിനും 20 ഗ്രാം ആഭരണങ്ങളായി തിരികെ കയറ്റുമതി ചെയ്യണം എന്നതായിരുന്നു ഈ നിയമം. എന്നിരുന്നാലും ശരാശരി ഇന്ത്യൻ കുടുംബങ്ങൾക്ക് സ്വർണം വെറുമൊരു അലങ്കാരമല്ല, അതൊരു ഇൻഷുറൻസ് കൂടിയാണ്. യുദ്ധകാലത്തും പണപ്പെരുപ്പമുള്ളപ്പോഴും സുരക്ഷിതമായ നിക്ഷേപമായി ആളുകൾ സ്വർണത്തെ ആശ്രയിക്കുന്നു. രൂപ സുസ്ഥിരമാണെന്നും സ്വർണം പൂഴ്ത്തിവെക്കേണ്ട ആവശ്യമില്ല എന്നും പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നതാണ് സർക്കാരിന്റെ വെല്ലുവിളി. വൻതോതിലുള്ള സ്വർണ്ണ കള്ളക്കടത്തിന് കാരണമായ 1968 കർശന നിയമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി 2026 സമീപനം മനഃശാസ്ത്രപരമാണ്.
ആഗോള ഊർജ്ജ പ്രതിസന്ധിയുടെ സമയത്ത് സ്വർണ്ണ ഉപഭോഗം കുറയ്ക്കുന്നത് ഒരു ദേശഭക്തിപരമായ കടമയായി ചിത്രീകരിക്കുന്നതിലൂടെ പഴയകാലത്തെ കരിഞ്ചന്ത വിപണിയുടെ പോരായ്മകൾ ഒഴിവാക്കാമെന്ന് സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്.